We have Dinu here. So she just recently passed the NCLEX RN exam, okay? And let's take a moment to congratulate her. She passed her NCLEX exam on her very first try and within 85 questions. That's an amazing success, right? First try, 85 questions. So I want to introduce Dinu to everyone. She's going to talk to us about her experience. എങ്ങനെയായിരുന്നു എൻക്ലെക്സ് പഠിച്ചത് ജേർണി എങ്ങനെയായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ഡിനുവിൽ നിന്ന് കേൾക്കാനായിരിക്കും താല്പര്യം, റൈറ്റ്? സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഹർ, ഓക്കെ? ഗോ ഹെഡ് ഡിനു. Hi everyone, my name is Dinisha George. ഞാൻ ഇവിടെ ഫിലഡൽഫിയയില് താമസിക്കുന്നത്. ഞാൻ FXRN മാർച്ച് ടു മെയ് ബാച്ച് ആയിരുന്നു. സോ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സാം എടുത്തു. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ പാസ്സായി 85 ക്വസ്റ്റ്യൻസിൽ. സോ എനിക്ക് ജിൻസി മാമിന്റെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. ലൈക്ക് ഞാൻ ബിയോണ്ട് ഗ്രേറ്റ്ഫുൾ ആ. കാര്യം എനിക്ക് തിയറി വൈസ് ഒക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നു, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ലൈക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ ഓപ്ഷൻസ്, പിന്നെ ബാക്കി റിമൈനിങ് 2 ഓപ്ഷൻസ് നിന്ന് അപ്രോപ്രിയേറ്റ് മോസ്റ്റ് ബെസ്റ്റ് റെസ്പോൺസ് ഏതാ സെലക്ട് ചെയ്യണ്ടേ, സോ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതൊക്കെ എല്ലാം പഠിപ്പിച്ചത് ജിൻസി മാം ആണ്. സോ FXRൽ വന്നത് വഴിയാണ് എനിക്ക്, ഐ മീൻ ഞാൻ 2016 പാസ് ഔട്ട് ആയതാ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് ജോബ് അല്ല ചെയ്തത്, ഞാൻ കോഡിംഗ് ആയിരുന്നു. കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം നഴ്സിംഗ്. ലൈക്ക് നമ്മൾ ഫുൾ ഓഫ് കോഡ്സ് ആണ്. ഒരു നഴ്സിംഗ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. സോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ലൈക്ക് ഞാൻ പാസ്സാവും, എങ്ങനെയാ, എന്താ, എനിക്കൊന്നും അറിയത്തില്ല. ലൈക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഇവർ ഇവിടുത്തെ ബെഡ് പോലെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ അങ്ങനെ സിറ്റുവേഷനിൽ ആയിരുന്നു ഞാൻ മാമിന്റെ അടുത്ത് എത്തിയത്. സോ എനിക്ക് സ്റ്റിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പാസ്സായെന്ന്. സോ ഓക്കെ, സോ ജിൻസി മാമിന് ഒത്തിരി 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 താങ്ക്സ്. പിന്നെ എന്തുവാ, ഓക്കെ, റിഗാർഡിങ് മൈ എക്സാം എനിക്ക് 85 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 85 ക്വസ്റ്റ്യൻസിൽ തീർന്നു. എനിക്ക് മാം പഠിപ്പിക്കാത്ത ടോപ്പിക്സിൽ നിന്ന് എനിക്കൊന്നും വന്നില്ല. എനിക്കെല്ലാം മാം പഠിപ്പിച്ച ടോപ്പിക്സ് തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷെ എനിക്ക് മാം പറഞ്ഞ സ്ട്രാറ്റജീസ് ഒക്കെ വെച്ചിട്ട് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു. സോ പിന്നെ ആണെങ്കിലും ഫാർമക്കോളജി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഡ്രഗ്സ് ഒക്കെ വന്നതാണെങ്കിൽ പോലും ഇപ്പം മാം നമ്മളെ ഡ്രഗ്സ് പഠിപ്പിക്കുമ്പം മാം എപ്പോഴും പറയും നമ്മളോട്, ഇപ്പം ലാസ്റ്റ് വേർഡ് പറഞ്ഞിട്ട് നമ്മളോട് എപ്പോഴും പറയും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണമെന്ന് പറയും. ഇപ്പം AC ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ പ്രിൽ, ലിസിനോപ്രിൽ, സോ ആ പ്രില്ല് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറയും. പിന്നെ മൈസിൻ, അമിനോഗ്ലൈക്കോസൈഡ്സ്, സോ ആ കാര്യം പറയും. സോ അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം മെഡിക്കേഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് അത് എങ്ങനെയെങ്കിലും നമുക്ക് ആൻസർ. പിന്നെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ മാം പറഞ്ഞ എക്സാക്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നായിരുന്നു. കാര്യം ലാറ്റക്സ് അലർജി, പിന്നെ സ്പൈന ബൈഫിഡ, മെഗ്നീഷ്യൻ ടോക്സിസിറ്റി, പിന്നെ സൺഡൗണിങ് സിൻഡ്രോം. അങ്ങനെ മാം എന്നോട് റിവിഷന്റെ ടൈമിലും പിന്നെ മാം ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നോട്ട് തന്നതല്ല, അല്ലാതെ പറഞ്ഞു പോയ കുറച്ച് ടോപ്പിക്സും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന്. സോ ഞാൻ മാമിന്റെ അടുത്ത് എപ്പോഴും പറയും, മാം എനിക്ക് തോന്നുന്നു മാം ഭയങ്കര ഗിഫ്റ്റ് ആണ്. ലൈക്ക് മാം പറയുന്നത് മാത്രമാണ് നമുക്ക് എക്സാമിന് വരുന്നത്, എൻക്ലസ് ആയിരുന്ന എക്സാമിന്. സോ അത് മതി ആക്ച്വലി. എല്ലാം വലിച്ചു വാരി പഠിക്കാനൊന്നും ആർക്കും സമയമില്ല. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ജോലിയും എനിക്ക് ഒത്തിരി വലിച്ചു പഠിക്കുന്നത് ഇഷ്ടമല്ല. സോ മാം എല്ലാം ഇങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ നമുക്ക് തരും. സോ അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ മാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം മാക്സിമം. കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പം ഞാൻ എന്റെ നോട്ട്സിനേക്കാളും കൂടുതൽ എനിക്ക് മാം എന്താണോ ക്ലാസ്സിൽ പറഞ്ഞ ആ കാര്യം എനിക്ക് ഓർമ്മ വന്നേ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് കരോട്ടിഡ് എൻട്രാക്ടക്ടമി വന്നു. സോ ആ ടൈമില് ഞാൻ നോട്ട്സ് എല്ലാം ഓർക്കുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ അത് പഠിച്ചിട്ട് പോയില്ല ആക്ച്വലി. ഞാൻ അവിടെ ചെന്നിരുന്നപ്പം പേഷ്യന്റിന് BP ഹൈ ആയിരുന്നു, കരോട്ടിഡ് എൻട്രാക്ടക്ടമി കഴിഞ്ഞ പേഷ്യന്റ്. സോ എന്തുവാ അപ്പൊ എനിക്ക് ഓർമ്മ വന്ന മാം ഇങ്ങനെ സ്ട്രോക്ക് ആണ് കോംപ്ലിക്കേഷൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നേ. സോ അപ്പൊ നിങ്ങൾ മാക്സിമം മാമിന്റെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക. പിന്നെ എന്തോ പറയാ, മാം പറയുന്ന സ്ട്രാറ്റജീസും പിന്നെ ഫ്രൈഡേയിലുള്ള ഫ്രൈഡേ സെഷൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ല. കാര്യം മാം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മാം ഇങ്ങനെ പറയും നമ്മൾ എങ്ങനെയാണോ മാം ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ, കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നേ, ആ കാര്യങ്ങളൊക്കെ മാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് വരും. സോ അതൊന്നും നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കാൻ നോക്കുക. ആക്ച്വലി മാം പഠിപ്പിക്കുന്ന അത്ര മതി. അതിൽ ഔട്ട് ഓഫ് എനിക്കൊന്നും വന്നില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത്, എക്സാജറേറ്റ് ചെയ്യുമല്ല, പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുക.
സോ നിങ്ങൾ മാം പഠിക്കുന്ന മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ മാം ഇങ്ങനെ പറയും യു വേൾഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയും. ലൈക്ക് ഇപ്പൊ ചെയ്തായിരുന്നു. പിന്നെ അത് കൂടാണ്ടാണെങ്കിലും ഗ്രൂപ്പിലെ ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ഇട്ടു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും വേ ഓഫ് തിങ്കിങ് വേറെയാ. ലൈക്ക് ഒരാൾ ചിന്തിക്കുന്നതായിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആൻസർ പറയുമ്പോൾ നമുക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം എന്റെയൊക്കെ ആണെങ്കിലും ആദ്യമൊക്കെ ഞാൻ പൊട്ടത്തെറ്റൊക്കെ ഇടുമായിരുന്നു. ലൈക്ക് അതാരും മൈൻഡ് ചെയ്യത്തേ ഇല്ല. സോ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സോ പറ്റുന്ന പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ പിന്നെ എന്തുവാ മാം പറയുന്ന പോലെ തന്നെ യു വേൾഡ് ഫോളോ ചെയ്യുക, പഠിക്കുക. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാമിനെ അപ്രോച്ച് ചെയ്യുക. മാം നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ഓവറോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആ ജിൻസ് മാമിന്റെ അടുത്തും എഫ്എക്സ് സാറിന്റെ അടുത്തും. പിന്നെ എന്തുവാ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ലൈക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ത്രൂ ആയിട്ട് മാം പറയുന്ന കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പാസ്സാകാൻ പറ്റും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെന്ന് പറയാം. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വന്നിട്ട് ഞാൻ പാസ്സായെങ്കിൽ നിങ്ങൾക്കും പാസ്സാകാൻ പറ്റും. സോ അത്രയ്ക്കുള്ളൂ.